കേരള ചരിത്രത്തിൽ കറുത്ത അക്ഷരത്തിൽ എന്നും അടയാളപ്പെടുത്താവുന്ന സംഭവത്തിന് ചുക്കാൻ പിടിച്ച് ഭരണസിരാ കേന്ദ്രം. അതെ, കേരളം ഇപ്പോൾ കാതോർക്കുന്നത് ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ സജികുമാറിന്റെ വാക്കുകൾക്കായാണ്. അദ്ദേഹം ഈ ഓഫീസിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഈ സംഭവത്തിൽ അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ കേരളം ഞെട്ടിത്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. സജികുമാർ സാറല്ലേ ഇത്? ചൈന കോളനിയിലെ കുട്ടികൾക്ക് സംഭവിച്ച ഭക്ഷ്യ വിഷബാധയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സർ, മീഡിയ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ചിട്ട് മതിയെന്നാ ഞാൻ. നന്നായിട്ട് ആലോചിച്ച് തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാനോ കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാനോ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത്. സർ, കാര്യങ്ങൾ കുറച്ച് വിശദമായി പറയാമോ? ഹലോ സൗമ്യ, അനു ഇപ്പൊ ശാലിനി മേഡത്തെ കാണാനല്ലേ പോയിരിക്കുന്നേ? അതെ. ശാലിനി മേഡത്തോട് ഇപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന് പറയേ. എന്താ സൗമ്യ? ശാലിനി മാഡം ഇപ്പൊ കളക്ട്രേറ്റിലോട്ട് വന്നോണ്ടിരിക്കുക. മാഡത്തിന്റെ കാറിലാ ഞാൻ. എന്താ അനു? മാഡം ആ ന്യൂസ് ചാനലൊന്ന് വച്ചു നോക്കി. ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ എന്നെ കുരിശിലേറ്റാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് വസ്തുതാവിരുദ്ധമാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്വവും ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനാണ്. നിങ്ങളായിരുന്നില്ലേ ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ? തുടക്കത്തിലായിരുന്നു. അതിനുശേഷം എന്നെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി കളക്ടർ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായിരുന്നു ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള കാര്യം? ഫയലിൽ ഒപ്പിടാൻ ഞാൻ വിസമ്മതിച്ചതുകൊണ്ട്. എന്തായിരുന്നു താങ്കൾ ഒപ്പിടാൻ വിസമ്മതിച്ചതിന്റെ കാരണം? പദ്ധതികളുടെ പേരിൽ കോടികളുടെ അഴിമതി നടക്കുന്നുണ്ടെന്ന് ഞാൻ സംശയിച്ചു. അതുമാത്രമല്ല, സർക്കാർ കരിമ്പട്ടിയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയെ പദ്ധതിയിൽ തിരികെ കയറ്റുകയും ചെയ്തു. താങ്കൾ ഒപ്പിടാൻ വിസമ്മതിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? കളക്ടർ എന്നോട് തട്ടിക്കയറുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. എന്റെ കയ്യിൽ നിന്ന് ഫയൽ തട്ടിപ്പറിക്കും പോലെ വാങ്ങി ഒപ്പിട്ട് നൽകിയായിരുന്നു. അഴിമതി ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതിന് എന്നോടെന്തോ പ്രതികാര ബുദ്ധിയുള്ളതുപോലെ. അതുകൂടാതെ എന്നെ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി മേഡം തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ അഴിമതിക്കും ക്രമക്കേടിനും ഇപ്പോഴത്തെ ഈ കൂട്ടക്കുരുതിക്കും പിന്നിൽ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആണെന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറയില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെയും നിങ്ങളുടെയൊക്കെ ജോലിയാണ്. അതെ പ്രശാന്ത്, ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ ഭക്ഷ്യ വിഷബാധ പുതിയ മാനങ്ങളിലേക്ക് കടക്കുകയാണ്. ചെറുമീനുകളല്ല, വമ്പൻ സ്രാവുകൾ തന്നെയുള്ള വലിയൊരു ക്രമക്കേടിന്റെ ചുരുൾ അഴിയുകയാണ് ഇവിടെ. കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയിൽ നിന്നും കോടികളുടെ കോഴപ്പണം പറ്റി ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഗിനിപ്പന്നികളാക്കുകയും കൂട്ടക്കുരുതിക്ക് ഇരയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാഡം, ഇത്രയും വേണ്ടത് മതി മാഡം. അനു, എന്നെ കുറിച്ചുള്ള വാർത്ത ഞാൻ കാണണ്ടേ? മാഡം ഇനി കുറച്ച് ദിവസത്തേക്ക് ചാനലുകളും പത്രങ്ങളും ഒന്നും കാണണ്ട. ഇതെല്ലാം ഒന്ന് ആറി തണുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. രാമേട്ട കാറ് തിരികെ നമുക്ക് മടങ്ങിപ്പോവാം. മാഡം, കാറ് തിരിക്ക് രാമേട്ട. നമ്മൾ കളക്ട്രേറ്റിലേക്ക് പോകുന്നില്ല. ശരി. രാമേട്ട, കാറ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ഭക്ഷ്യ വിഷബാധയേറ്റ ചൈന കോളനിയിലെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക്. മോളെ, ഇറ്റ്സ് എൻ ഓർഡർ. ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ശരി മാഡം. മാഡം, ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ വിഷബാധയിൽ ഇപ്പോൾ മാഡം ആണല്ലോ കുറ്റാരോപിത. മാഡം, സംഭവവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ മാഡം അമിത് ഗ്രൂപ്പ് എന്ന കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് മാഡം കോടികളുടെ കോഴപ്പണം കൈപ്പറ്റിയെന്നാണ് പറയുന്നത്.
മാഡം. അനുപല്ലവി പ്ലീസ് നിങ്ങളൊന്ന് വഴിമാറ്, മാഡത്തിന് പോണം. മാഡം ഒരു മിനിറ്റ് പ്ലീസ്. മാഡം, ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യവിഷബാധയെ പറ്റി മെമ്പർക്ക് എന്താണ് പറയാനുള്ളത്? മാഡം, വലിയൊരു വഞ്ചനയ്ക്കും ചതിക്കുമാണ് ചൈന കോളനി നിവാസികൾ ഇരയായിരിക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികൾ. ഈ ഒരു സന്ദർഭത്തിൽ കേരള ജനതയോട് എന്താണ് പറയാനുള്ളത്? കേരള ജനതയോടല്ല, എനിക്ക് കളക്ടർ മേഡത്തോടാണ് സംസാരിക്കാനുള്ളത്. മാഡം നമുക്ക് പോവാം. നിൽക്കനോ? മാഡം, ഇവരൊന്നും വലിയ വിദ്യാഭ്യാസം വിവരം ഇല്ലാത്തവരാ. പണത്തിന് വേണ്ടി ഇവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയെന്നുള്ള കാര്യങ്ങൾ ഇവരുടെ ചെവിയിൽ ഓതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ദേഷ്യത്തിലും ബോധക്കേടിലും അവരെന്തെങ്കിലും ചെയ്താ മാഡത്തിന് നാണക്കേട്. ചാനലുകാർ ക്യാമറ തുറന്നു വെച്ച് നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാ കാലത്തേക്കും കിടക്കും ഈ മാനക്കേട്. മാഡം, ഞാൻ പറയുന്നത് കേൾക്ക്. നിൽക്കനോ? മുകളിലിരിക്കുന്ന ദൈവം തമ്പുരാൻ ചിലപ്പോൾ ചതിച്ചെന്നിരിക്കും. പക്ഷേ ശാലിനി മേഡം ഞങ്ങളെ പാവങ്ങളെ ചതിക്കില്ല. മെമ്പറെ, പക്ഷെ ഒരു കാര്യത്തിൽ മേഡം എനിക്ക് ഉറപ്പ് തരണം. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ രക്ഷിക്കാൻ വന്ന അവതാരമായിട്ട് ഞങ്ങൾ മേഡത്തെ കാണുന്നേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചതി ചെയ്തവരെ കണ്ടുപിടിക്കാനും വേണ്ട ശിക്ഷ കൊടുക്കാനും ഉള്ള കഴിവും ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി മേഡം അവരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കണം. വെറുതെ വിടാൻ പാടില്ല മേഡം ഒറ്റ ഒരുത്തിനെയും. അവര് കുഞ്ഞുങ്ങളല്ലേ, അവരോട് ഈ ചതി വേണ്ടായിരുന്നു. കണ്ടെത്തിയിരിക്കും മെമ്പറെ, കണ്ടെത്തി കണക്ക് പറയിക്കും. ഈ ശാലിനിക്ക് ജീവനുണ്ടെങ്കിൽ. പ്രശാന്ത്, കളക്ടർ വന്നു. ഈശ്വര, ശാലിനി മാഡം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവറ്റുകളെല്ലാം കൂടി ശാലിനി മാഡത്തെ കടിച്ചു കീറുമല്ലോ. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ജനകീയ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്.
ദരിദ്രരോടും പാവങ്ങളോടും സഹാനുഭൂതി പുലർത്തിയിരുന്ന ആ മുഖമറയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് കോർപ്പറേറ്റ് മാഫിയയ്ക്കൊപ്പം പാവങ്ങളുടെ ചോര കുടിക്കുന്ന ഒരു ചെന്നായാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. പ്രശാന്ത്, ചൈന കോളനിയിലെ വിഷബാധയെപ്പറ്റി ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ വിശദീകരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത്യാവശ്യം വിദ്യാഭ്യാസവും വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാനുള്ള തൊലിക്കട്ടിയും കൈമുതലായിട്ടുണ്ടെങ്കിൽ ആർക്കും ഇടാവുന്നതേ ഉള്ളൂ ഈ ഒരു ടാഗ്. ഒരു ക്യാമറയുടെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ ആരെയും അധിക്ഷേപിക്കാം, താറടിക്കാം, ഒരു നിമിഷം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇല്ലാതാക്കി കളയാം. പക്ഷേ ഞാൻ സമ്പാദിച്ച IAS എന്ന 3 അക്ഷരം വർഷങ്ങളുടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചതിന്റെ ഫലമാണ്. പാവപ്പെട്ടൊരു ചായക്കടക്കാരി കണ്ണീരിലും വിയർപ്പിലും ഉരുക്കിയെടുത്ത സ്വപ്നം. ആ അമ്മയെ മറന്ന് ഒരു തീരുമാനവും ഇന്ന് വരെ ശാലിനി വിഷ്ണു എടുത്തിട്ടില്ല. ഇനി അങ്ങനെ വേണ്ടി വരുന്ന നിമിഷം ഈ ജോലി വലിച്ചെറിഞ്ഞ് കുടുംബശ്രീ ഹോട്ടലിൽ പോയി ചായ അടിക്കും ശാലിനി. ഇതിനേക്കാൾ ഭേദവത മാഡം, ചൈന കോളനിയിലെ കുട്ടികൾക്കിടെ ഉണ്ടായ ഭക്ഷ്യ വിഷബാധ സംബന്ധിച്ച പ്രതികരണം വിഷയം പഠിച്ചതിനു ശേഷം ഉണ്ടാകുന്നതായിരിക്കും. മാഡം പ്ലീസ് ഒന്ന് നോക്കൂ. വൺ മോർ തിങ്, ഇതിനകത്ത് പ്രവേശിക്കരുത്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. ശവം തേടിയെത്തുന്ന കഴുകന്മാരായ ഒറ്റ എണ്ണത്തിനെ അവിടെ കണ്ട ട്രെസ്പാസിങ്ങിന് കേസെടുത്ത് തൂക്കിയെടുത്ത് അകത്തെറിഞ്ഞ എന്തൊരു അഹങ്കാരം അവർക്ക്. ഒരു പണി കൊടുക്കാം. പ്രശാന്ത്, ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യ വിഷബാധയെപ്പറ്റി വളരെ ധാർഷ്ട്യത്തോടെയുള്ള പ്രതികരണമാണ് പ്രതിസ്ഥാനത്തുള്ള ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു നൽകിയിരിക്കുന്നത്. ഫയൽ മൊത്തം പഠിച്ചിട്ട് മാത്രം പ്രതികരണം എന്നാണ് കളക്ടർ മീഡിയയോട് പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് വളരെ അപമര്യാദയായി പെരുമാറിയ ജില്ലാ കളക്ടർ ചൈന കോളനി ഭക്ഷ്യ വിഷബാധ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ജില്ലാ കളക്ടർ പദവിയേക്കാൾ നല്ലത് തന്റെ കുടുംബശ്രീ ഹോട്ടലിലെ ചായ അടിക്കുന്ന ജോലിയാണെന്ന് പരാമർശവും ശാലിനി വിഷ്ണു നടത്തിയിട്ടുണ്ട്. പ്രശാന്ത്, ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്നാലും സജി സാറേ, ഇത് കൊടും ചതിയായി പോയിട്ടോ. എന്ത് ചതി? എനിക്കെന്റെ നിലപാട് വ്യക്തമാക്കണ്ടേ? ഞാൻ ചെയ്യാത്ത പറ്റുന്നത് തൂങ്ങാൻ പറ്റുമോ? 10-32 കുട്ടികളെ ഭക്ഷ്യവിഷബാധയേറ്റ ഹോസ്പിറ്റലിൽ കിടക്കുക. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും സംഭവിച്ച എന്റെ കരിയറും ജീവിതവും എല്ലാം തകരും. എനിക്കെന്റെ രക്ഷ നോക്കിയാൽ പറ്റും. സജി, സജി, മുഖത്ത് നോക്ക്. ബി എ മാൻ. ഏർണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റിയെന്നതും ആ ഫയലിൽ ഞാൻ ഒപ്പിട്ട് തന്നെന്ന് നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. പക്ഷേ ആ ഫയലിലെ ക്രമക്കേടുകളെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ? മേഡം, അത്
സർക്കാർ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ ഈറ്റ് ഡേ എന്ന കമ്പനിയെ പദ്ധതിയിൽ പിൻവാതിലൂടെ തിരികെ കയറ്റിയ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ? മാഡം പറഞ്ഞിരുന്നോ എന്ന്? മാഡം പ്ലീസ് എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുമോ? നിങ്ങൾ ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. മാഡം നിങ്ങൾ ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പോലെ അന്നും ഞാൻ പറയുന്നത് ഒരക്ഷരം കേൾക്കാൻ തയ്യാറായോ മാഡം? അന്ന് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ആ കുട്ടികൾക്കൊന്നും ഭക്ഷ്യവിഷബാധ ഏൽക്കില്ലായിരുന്നു. ഈറ്റേഡേ എന്ന കരിമ്പട്ടിയിൽ കയറിയ കമ്പനി പദ്ധതിയിൽ കയറി പറ്റുകയുമില്ലായിരുന്നു. അന്ന് എന്നെ സംസാരിക്കാൻ സമ്മതിപ്പിച്ചോ മാഡം? നിങ്ങൾക്കിടെ പണമിടപാടിനെ സംബന്ധിച്ച് സംസാരമുണ്ടായോ ഇല്ലയോ? യെസ് മാം. ഫയൽ ക്ലിയർ ചെയ്ത് വിടാൻ ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അത് മാഡം ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി. നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പല മുട്ടാപ്പോക്കുകളും ഉണ്ടാവും സജി. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കാൻ സന്മനസ്സായ ഒരു കമ്പനി വരുമ്പോ അവരുടെ ജാതകവും തലവരെയും ഒക്കെ പരിശോധിക്കാൻ നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി സജി? മാഡം പക്ഷേ ആ കമ്പനി. ഷട്ട് അപ്പ്. ആ ഫയലിംഗ് തരൂ. മാഡം ഡെപ്യൂട്ടി കളക്ടർ സജികുമാറിനെ ഏർണിംഗ് മെമ്പർ പ്രോജക്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റി മാഡം ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കും ഇനി ഈ പ്രോജക്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറും. മാഡം ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ ഹരീഷ് ഈറ്റേഡേ എന്നൊരു കമ്പനിയെ തിരികെ കയറ്റിയിട്ടുണ്ടെന്നും അത് സർക്കാരിന്റെ കരിമ്പട്ടിയിൽ പെട്ടതായതുകൊണ്ട് ഫയൽ അപ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്നുമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മാഡം ഞാൻ സംസാരിക്കാൻ സമ്മതിച്ചില്ല. അതെങ്ങനെയാ സജി? ഹരീഷ് പുറത്തുനിന്നുള്ള ആളല്ലേ? പദ്ധതിയിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഉദ്യോഗസ്ഥരല്ലേ? ജനങ്ങൾ കൂടി ചേർന്ന് നടപ്പാക്കുന്നല്ലേ മാഡം പറഞ്ഞത്? അവരത് മുതലാക്കുകയായിരുന്നു. ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നതിനെ പറ്റി കൂടി ആലോചിച്ചിടും മാഡം. അതിന്റെ ആവശ്യം എന്താ? ഉച്ചക്കഞ്ഞി വിതരണം ഉണ്ടല്ലോ സ്കൂളിൽ. ഏയ് വെയിറ്റ് വെയിറ്റ്. തർക്കം നിങ്ങളുടെ കമ്മിറ്റിക്കുള്ളിലായിരിക്കും. ഹരീഷും സരോജ മെമ്പറും വിക്ടറും സുധാകരനും ഒക്കെ ചേർന്നുള്ള ഒരു കോർ കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് പദ്ധതി ഇനി നടപ്പാക്കേണ്ടത്. ഹരീഷിനെ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലാണ്. അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ. മേഡം പറഞ്ഞ ഒറ്റ വാക്കിൽ പിടിച്ച് പിന്നെ ഹരീഷ് എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. ഈറ്റയുടെ കമ്പനിയുടെ കാര്യം പറഞ്ഞ് പുറകെ നടക്കുകയായിരുന്നു. പക്ഷേ ഏർണിംഗ് മെമ്പർ പദ്ധതിയുടെ ഫയലിൽ ഒപ്പിട്ട് കൊടുക്കാൻ നിങ്ങൾ കൈക്കൂലി ചോദിച്ചെന്നാണല്ലോ ഹരീഷ് പറഞ്ഞത്. അതൊക്കെ നുണയായിരുന്നു മാഡം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പദ്ധതിയിൽ ജില്ലാ ഭരണകൂടത്തിന് ഒരു കാര്യസ്ഥന്റെ റോൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ കളക്ടർ മാഡം പറഞ്ഞത്? അപ്പോ പുറത്തുനിന്നുള്ളവരുടെ പങ്കാളിത്തം ആകാമല്ലോ എന്ന് കരുതി ആളെ കൊല്ലുന്ന കമ്പനിയെ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കാൻ പറ്റുമോ കാര്യസ്ഥന്? സാറിന്റെ സംശയങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇപ്പൊ തൽക്കാലം ഒന്ന് കണ്ണടക്കി സാറിന് വേണ്ടത് തടയും. ഹരീഷേ, ഞാൻ ഹരിചന്ദ്രനാണെന്നും പറയുന്നില്ല. പക്ഷേ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ വിഷം കലക്കുന്ന പോലുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാൻ പറ്റില്ല. ശാലിനി മേഡം കളക്ടറായി വന്നതിന് ശേഷം എനിക്കും കുറച്ചൊക്കെ കണ്ണു തുറന്നു. മേഡം എന്നോട് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ കൈക്കൂലിയുടെ കാര്യം സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. അതിനുശേഷം മാഡം എന്നെ ഒരു വാക്ക് സംസാരിക്കാൻ അനുവദിച്ചില്ല. മാഡം, നമ്മളെല്ലാവരെയും ഹരീഷ് പെടുത്തുമായിരുന്നു. ആ വരാന്തയിൽ നിൽക്കുന്ന കടപ്പുറംകാരോടും കോളനിക്കാരോടൊക്കെ പറഞ്ഞേക്ക് ഏണിംഗ് മെമ്പർ പ്രോജക്റ്റിന്റെ ഫയല് സാർ ഒപ്പിടില്ലെന്ന്. എനിക്ക് അവരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ശാലിനി മേഡമാണ് എന്റെ ബോസ്. എന്താ ഹരീഷ് സാറേ കാര്യം? അത് നടക്കത്തില്ല മെമ്പറെ. ശാലിനി മേഡം ഒന്ന് ഉറപ്പ് പറഞ്ഞതാണല്ലോ. പതിവ് കാര്യം തന്നെയാ. ഡെപ്യൂട്ടി കളക്ടറും സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ. അയാൾക്ക് കൈമടക്ക് വേണമെന്ന്. സജി സാറ് ഇതുവരെ ഫയല് സൈൻ ചെയ്തിട്ടില്ല മാഡം. കാരണം എന്താ? അയാൾക്ക് കൈക്കൂലി വേണമെന്ന്. അതുകൊണ്ട് ഇപ്പൊ പറയണം സജി. 1-ാം തീയതി തന്നെ അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. പിന്നെ എന്തിനാ സജി നിങ്ങൾ ഈ പാവങ്ങളുടെ പിച്ചപാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാൻ കൈക്കൂലി ചോദിച്ചത്? ഞാൻ കൈക്കൂലി ചോദിച്ചെന്നോ? ഇതിപ്പോ നമ്മൾ ശരിക്കും പെട്ടു മാഡം. മീഡിയ ഏറ്റെടുത്ത സ്ഥിതിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നമ്മളല്ല പെട്ടത്, ഞാൻ.
അവരെ കെണിവെച്ചത് എനിക്കാണ് പല്ലവി. അവൻ ഹരീഷ് മുന്നിൽ നിന്നത് അവനാണെങ്കിലും പിന്നിൽ മറ്റൊരാളുണ്ട്. ബാലചന്ദ്രൻ. അന്ന് ചൈന കോളനിയിലെ വീടുകൾ ഇടിച്ചു നിരത്താൻ ബാലചന്ദ്രന്റെ കയ്യാളായി കൂടെ ഉണ്ടായിരുന്നു ഈ ഹരീഷ്. രാഷ്ട്രീയക്കാരനായ അവനെ കണ്ണടച്ച് വിശ്വസിച്ചത് എന്റെ തെറ്റാ. മാഡം, ഇനി വേണ്ടത് എന്താന്ന് എനിക്കറിയാം.